ഹലോ, ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ. തഴുതാമയുടെ ഇല വെച്ചിട്ടുള്ള തോരൻ. തഴുതാമ നമ്മുടെ പാടത്തും തൊടിയിലും ഒക്കെ ഇഷ്ടംപോലെ കാണുന്നതാണ്. പലർക്കും അതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയിട്ട് അറിയില്ല. ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. നമുക്ക് വീട്ടിൽ തന്നെ വളർത്തുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിനെ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഞാനതിൻ്റെ തളിരായിട്ടുള്ള ഇലകൾ മാത്രമേ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കതിൻ്റെ ഇലകൾ മാത്രമായിട്ട് അടർത്തിയെടുക്കണം. തണ്ടൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിനെ നന്നായിട്ടൊന്ന് കഴുകണം. അതിനകത്ത് വല്ല മാറോല ചതികളോ മാറോലയോ ചെറിയ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കതിന് നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം നമുക്കതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ അതിലേക്ക് അധികം സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആകെ കുറച്ച് ഉള്ളി, പച്ചമുളക് ഇത്രയൊക്കെ നമുക്കൊന്ന് ചേർത്താൽ മതി. നമുക്കിതിനകത്ത് ഇല നന്നായിട്ട് അരിഞ്ഞതിൻ്റെ ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് ഈ ഉള്ളി പിന്നെ പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ട് നമുക്ക് ചേർക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക, കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിനകത്തേക്ക് കുറച്ച്, പിന്നെ ഞാൻ ചേർക്കാറുള്ളത് എപ്പോഴും ചേർക്കാറുള്ളതാണ്, കുറച്ച് അരിയും കൂടെ ചേർക്കുക. അരി പൊട്ടിക്കഴിഞ്ഞ് അരി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അരി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റിയതിൻ്റെ ശേഷം നമുക്കതിനകത്തേക്ക് ആവശ്യമുള്ളത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് വാടിയതിൻ്റെ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് കുറച്ച് തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇതിനകത്ത് അധികം സാധനങ്ങൾ നമുക്കൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തഴുതാമയുടെ തോരൻ നമ്മുടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു.